OMR ചെയ്യുമ്പോൾ ആദ്യമൊന്നും ചെയ്യുമ്പോൾ മാർക്ക് കിട്ടിയിരുന്നില്ല, ഒരു മാർക്കും ഒന്നും കിട്ടിയിരുന്നില്ല. എനിക്ക് തീരെ അറിവില്ലായിരുന്നു PSC എങ്ങനെ പഠിക്കണം എന്നൊന്നും അറിവില്ലായിരുന്നു. ഒരു ദിവസം 18 മുതൽ 20 മണിക്കൂർ വരെ ഒക്കെ പഠിക്കാൻ ശ്രമിച്ചിരുന്നു, അത് സാധിക്കുമായിരുന്നു. പിന്നെ അങ്ങനെ ഒത്തിരി നേരം ഇരുന്ന് പഠിക്കുമ്പോൾ ചില ആരോഗ്യ പ്രശ്നങ്ങൾ വന്നു. ഡിഗ്രി പൂർത്തിയാക്കണം. ഡിഗ്രി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, രണ്ടാം വർഷമാണ്. 21ാം വയസ്സിൽ ലൈഫ് സെറ്റാക്കിയ തൊഴിൽ വീതിയോടും നന്ദി. നമസ്കാരം, എൻ്റെ പേര് ആര്യനന്ദ സന്തോഷ്. ഇടുക്കി ജില്ലയിലെ അടിമാലിക്കടുത്തുള്ള ഇരുമ്പുപാല എന്ന സ്ഥലമാണ് എൻ്റെ സ്വദേശം. 2025 മെയ് 31 പ്രസിദ്ധീകരിച്ച LP സ്കൂൾ ടീച്ചർ റാങ്ക് പട്ടികയിൽ 3ാം സ്ഥാനം ലഭിച്ചിട്ടുണ്ട്. എൻ്റെ വീട്ടിൽ അച്ഛൻ സന്തോഷ് കുമാർ, അമ്മ സന്ധ്യ NM, എനിക്കൊരു ചേട്ടൻ ആണുള്ളത്, അദ്ദേഹം അരുൺ കുമാർ. +2 കഴിഞ്ഞപ്പോൾ എങ്ങോട്ട് തിരിയണം എന്നുള്ളൊരു ആശങ്കയിൽ ഇരിക്കുമ്പോൾ പലരും, എൻ്റെ ബാച്ചിലുള്ള പലരും അന്ന് നഴ്സിങ്ങിനൊക്കെ ആയിരുന്നു കൂടുതലായിട്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ നഴ്സിങ്ങിന് പോയാലോ എന്ന് വിചാരിച്ച് നഴ്സിങ്ങിന് അഡ്മിഷന് വെച്ചു. പിന്നീട് +2 പരീക്ഷയുടെ കൂടെ തന്നെ IELTS പഠിക്കാൻ പോയി. പിന്നെ IELTS പഠിക്കാമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ പോയി. പക്ഷെ പുറത്തോട്ട് വിദേശ രാജ്യത്ത് പോയി പഠിക്കണം എന്നോ അവിടെ താമസിക്കണം എന്നുള്ളൊരു താല്പര്യമൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. IELTS പഠിക്കാൻ വിട്ടപ്പോൾ ഞാൻ പോയി 1 മാസം പഠിച്ചു. അതിന് 6.5 ബാൻഡ് സ്കോറൊക്കെ ലഭിച്ചു. എന്നാൽ എനിക്ക് തുടർന്ന് വിദേശ രാജ്യത്ത് പോകണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴാണ് DLED മനസ്സിലുണ്ടെങ്കിലും അന്ന് അതിൻ്റെ അഡ്മിഷൻ താമസിച്ചാണ് തുടങ്ങിയത്. അപ്പോൾ ഇതുണ്ടാവുമോ, എല്ലാവരും പറഞ്ഞു DLED ഉണ്ടാവില്ല, അത് നിർത്തിപ്പോയി, ആ കോഴ്സില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മൾ കുറച്ചധികം ടെൻഷനായി. പിന്നീട് ഇതിൻ്റെ അഡ്മിഷൻ ക്ഷണിച്ചപ്പോൾ വലിയ സന്തോഷമായി, വെച്ചു, കിട്ടി. ഡിസ്ട്രിക്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് തൊടുപുഴ, ഡയറ്റ് തൊടുപുഴയിലാണ് എനിക്ക് അഡ്മിഷൻ ലഭിച്ചത്. CAT 1 CTET 1 എഴുതിയെടുക്കാൻ, DLED പഠനത്തോടൊപ്പം തന്നെ നേടിയെടുക്കാൻ സാധിച്ചു, എഴുതി. പിന്നീട് 2023 ഒക്ടോബറിൽ DLED പഠനം പൂർത്തിയാക്കി. തുടർന്ന് തൊട്ടടുത്ത ദിവസം തന്നെ എൻ്റെ നാട്ടിലെ അടിമാലിയിലെ ടോപ്പേഴ്സ് എന്നൊരു സ്ഥാപനത്തിൽ PSC പഠനത്തിനായിട്ട് ജോയിൻ ചെയ്തു. അവിടെ നിന്നാണ് എനിക്ക് PSC പഠനത്തിൻ്റെ അടിസ്ഥാന പാഠങ്ങൾ ലഭിച്ചത്. അവിടുത്തെ അധ്യാപകർ ഏറെ സഹായിച്ചു. ഞാൻ ഓർമ്മ വയ്ക്കുന്ന കാലം തൊട്ട് വീട്ടിൽ വരുത്തുന്ന ഒരു ആഴ്ചപ്പതിപ്പാണ് തൊഴിൽ വീഥി. പിന്നീട് PSCയിലേക്ക് വന്നപ്പോഴാണ് അച്ഛനും അമ്മയും പറഞ്ഞു, ഇതൊന്ന് വായിച്ച് നോക്ക്, നിനക്ക് കൃത്യമായിട്ട് ഫോളോ ചെയ്ത് പോ, അപ്പോൾ നിനക്കത് ഉപകാരപ്പെടുമെന്ന് പറഞ്ഞു. അപ്പോൾ അത് ഞാൻ പഠിച്ചു. കൃത്യമായിട്ട് അതിലെ ഓരോ തൊഴിൽ വീഥിയിലെ ഓരോ കണക്കിനായാലുള്ള ഗണിതത്തിനുള്ള സൂത്രവഴികളും മലയാളം, ഇംഗ്ലീഷ്, ഭൂമിശാസ്ത്രം, ഹിസ്റ്ററി എല്ലാം കൃത്യമായിട്ട് നോക്കുമായിരുന്നു. മൻസൂർ അലി സാറിൻ്റെ മോക്ക് ടെസ്റ്റുകൾ, മറ്റ് മോക്ക് ടെസ്റ്റുകൾ, LP സ്കൂൾ ടീച്ചറിൻ്റെയും മറ്റ് പരീക്ഷകളുടെ മോക്ക് ടെസ്റ്റുകളൊക്കെ ചെയ്ത് പരിശീലിക്കുമായിരുന്നു. ആദ്യമൊക്കെ ചെയ്യുമ്പോൾ OMR തന്നെ ചെയ്യാൻ ശ്രമിച്ചിരുന്നു. OMR ചെയ്യുമ്പോൾ ആദ്യമൊന്നും ചെയ്യുമ്പോൾ മാർക്ക് കിട്ടിയിരുന്നില്ല, ഒരു മാർക്കും ഒന്നും കിട്ടിയിരുന്നില്ല. എനിക്ക് തീരെ അറിവില്ലായിരുന്നു PSC എങ്ങനെ പഠിക്കണം എന്നൊന്നും അറിവില്ലായിരുന്നു. അപ്പോൾ OMR പിന്നീട് ഞാൻ ഓർത്തു പഠിച്ചിട്ട് ചെയ്ത് നോക്കാം. OMR ഇങ്ങനെ വെറുതെ ചെയ്യണ്ട, പഠിച്ചിട്ട് ചെയ്യാമെന്നുള്ള നിലയിൽ പഠിച്ചിട്ട് ചെയ്യാൻ തുടങ്ങി. എന്നിരുന്നാൽ പോലും ഞാൻ പഠിച്ചിട്ട് അപ്പോൾ തന്നെ ചെയ്ത് നോക്കുമ്പോൾ പോലും എനിക്ക് 100 മാർക്ക് കിട്ടുന്നില്ലായിരുന്നു. എവിടെ നിന്നെങ്കിലും മൈനസ് ആവും, അങ്ങനെ തെറ്റും. പിന്നീട് ഞാൻ എങ്ങനെയെങ്കിലും 100-ൽ എത്തിക്കണം, ഒരെണ്ണം പഠിച്ചിട്ട് ചെയ്യുമ്പോൾ, ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പഠിച്ചിട്ട് ചെയ്യുമ്പോൾ അത് 100-ൽ എത്തിക്കണം എന്നുള്ളൊരു രീതിയിൽ പഠിക്കാൻ തുടങ്ങി. അപ്പോൾ പഠിച്ച് ഉടനെ ചെയ്യുമ്പോൾ 100 മാർക്ക് കിട്ടിയെങ്കിലും ഒരാഴ്ച കഴിഞ്ഞ് ചെയ്യുമ്പോൾ പിന്നീടും അതിൻ്റെ അകത്ത് മറന്നു പോകുന്നു. അങ്ങനെ പലതവണ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ പിന്നെയും പഠിച്ച് റിവൈസ് ചെയ്ത് നോക്കുമായിരുന്നു. 2 മാസമാണ് PSC കോച്ചിങ്ങിന് പോയത് അടിമാലിയിലെ ടോപ്പേഴ്സ് എന്ന അക്കാഡമിയിൽ. അതിനുശേഷം സ്വയം പഠനം ചെയ്ത് നോക്കാം ഒരു ശ്രമം നടത്തി നോക്കാം എന്നുള്ളൊരു നിലയിലാണ് വീട്ടിലിരുന്ന് പഠിക്കാമെന്ന് തീരുമാനിച്ചു. പിന്നീടുള്ള ഒരു 8 മാസമായിരുന്നു മുന്നിലുണ്ടായിരുന്നത്. 8 മാസം കൃത്യമായിട്ട് തൊഴിൽ വീഥിയിലെ എല്ലാ പേജുകളും കൃത്യമായിട്ട് വായിക്കുകയും അത് പഠിക്കുകയും മനപ്പാടാക്കാൻ ശ്രമിക്കേണ്ടത് മനപ്പാടാക്കുകയൊക്കെ ചെയ്തിരുന്നു. മോക്ക് ടെസ്റ്റുകൾ എനിക്ക് ഏറെ ഉപകാരപ്പെട്ടു. പലതവണ ആവർത്തിച്ച് ചെയ്യുമായിരുന്നു.
ഒരു ദിവസം 18 മുതൽ 20 മണിക്കൂർ വരെ ഒക്കെ പഠിക്കാൻ ശ്രമിച്ചിരുന്നു. അത് സാധിക്കുമായിരുന്നു. പിന്നെ അങ്ങനെ ഒത്തിരി നേരം ഇരുന്ന് പഠിക്കുമ്പോൾ ചില ആരോഗ്യ പ്രശ്നങ്ങൾ വന്നു. അപ്പോൾ ഞാൻ അടിമാലി തന്നെയുള്ള അനിൽ എന്ന് പറഞ്ഞ സാറിൻ്റെ യോഗ ക്ലാസ്സിൽ ജോയിൻ ചെയ്തു. ഒരു 5 ദിവസത്തെ യോഗ ക്ലാസ് തുടർന്ന് എല്ലാ ദിവസവും 1 മണിക്കൂർ പ്രാണായാമം സുദർശന ക്രിയ മാത്രം ചെയ്യുമായിരുന്നു. പിന്നെ സ്വയം പഠനം ആരംഭിച്ചതിന് ശേഷം അതിനു മുൻപും കമ്പൈൻ സ്റ്റഡി ഉണ്ടായിരുന്നു. ഞങ്ങളൊരു 5 പേര് ഒരുമിച്ചിരുന്ന് പഠിക്കുമായിരുന്നു. അപ്പോൾ അത് രാത്രി 12 മണി 1 മണി വരെയൊക്കെ നീളുമായിരുന്നു. വീട്ടിൽ എൻ്റെ റൂമിൽ ചുമര് മൊത്തം ഞാനിങ്ങനെ എഴുതി ഒട്ടിച്ച് അവിടെ ഇങ്ങനെ പോകുമ്പോഴും വരുമ്പോഴും ഒക്കെ നോക്കി പഠിക്കാനും, നിൽക്കുമ്പോഴും ഇരിക്കുമ്പോഴും എണീക്കുമ്പോഴും ഒക്കെ നോക്കി പഠിക്കാൻ പാകത്തിന് ഇങ്ങനെ എഴുതി ഒട്ടിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പം അതൊന്നും ഇപ്പോഴും പറിച്ചു കളയാനുള്ള ഒരു മനസ്സ് പോലും വന്നിട്ടില്ല. അത്രത്തോളം ആത്മബന്ധം ആ പേപ്പറുകളോട് പോലും എനിക്കുണ്ട്. പിന്നെ ഇനി ഭാവിയെക്കുറിച്ച് നോക്കുമ്പോൾ എനിക്ക് ഡിഗ്രി ഇല്ല. 21ാമത്തെ വയസ്സിൽ ഇങ്ങനെ ഒരു നേട്ടം സ്വന്തമാക്കാൻ സാധിച്ചതിൽ തൊഴിൽ വീതിയും വലിയ പങ്കുണ്ട്. ഡിഗ്രി ഇല്ല, ഡിഗ്രി പൂർത്തിയാക്കണം. ഡിഗ്രി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, രണ്ടാം വർഷമാണ്. അതിനുശേഷം എൻ്റെ കഴിവിൻ്റെ പരമാവധി എത്രയാണോ അത്രത്തോളം പഠിക്കണം, പരീക്ഷകൾ എഴുതണം, മുന്നേറണം എന്നാണ് എൻ്റെ ആഗ്രഹം.